സജിനയ്ക്കെതിരെ ഉണ്ടെങ്കിൽ ഒരു ആരോപണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് റസൂൽ പൂക്കുറ്റി അടുത്തുനിന്ന് 3 കോടിയോളം വാങ്ങിച്ചെടുത്തു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ഒരു ആരോപണം ഈ ഒരു സജിനയുടെ ഫ്രണ്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം സജിന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന വ്യക്തി അതേ കണക്ക് അത്രയും ഞാൻ വാങ്ങിച്ചു എന്ന് തെളിവ് കാണിക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന എന്തും ചെയ്യും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ആ ഒരു വീഡിയോയ്ക്കകത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദിയാസനയ്ക്കെതിരെയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവളൊക്കെ ചേർന്നിട്ട് എന്നെ കൊടുക്കാൻ ശ്രമിക്കുകയാണ്, ഇവരൊക്കെ ചെയ്ത പല കാര്യങ്ങളും ഞാൻ പുറത്ത് പറയുമെന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ എനിക്കെതിരെ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഈ ഒരു സജിന പറഞ്ഞിട്ടുണ്ടായിരുന്നു. തനിക്ക് ധൈര്യമുണ്ടെങ്കിൽ വെല്ലുവിളി ഏറ്റെടുക്കാനും ഈ ഒരു സജിന ദിയാസനയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ദിയാസന അതിന് ശേഷം ഒരു വീഡിയോ ആയിട്ട് ഇൻ്റർവ്യൂ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഈ ഒരു സജിന അതുപോലെ തന്നെ റസൂൽ പൂക്കുറ്റിയും തമ്മിലുള്ള വോയിസൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ റസൂൽ പൂക്കുറ്റി സജിനയെ പറ്റി പറയുന്നൊരു വോയിസും വന്നിട്ടുണ്ടായിരുന്നു. ആ വോയിസിനകത്ത് റസൂൽ പൂക്കുറ്റി പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജീവിക്കാനോ ഒന്നും പറ്റത്തില്ല, ഇവൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്, ഇവളുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പൈസ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് 3 കോടിയോളം, ഞാനുണ്ടെങ്കിൽ ഏകദേശം ഒരു 40 ലക്ഷത്തിനോട് അടുപ്പിച്ചുണ്ടെങ്കിൽ ഇവക്ക് കൊടുത്തിട്ടുണ്ട്, എന്നിട്ടും ബാക്കി പണം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ ആ ഒരു വോയിസിനകത്ത് റസൂൽ പൂക്കുറ്റി തന്നെ പറയുന്നുണ്ട്. ഇത് വെച്ച് തന്നെ ഇപ്പം റസൂൽ പൂക്കുറ്റിയെ പറ്റിയൊക്കെ പറഞ്ഞ കാര്യം, അതായത് ഇവളുടെ ഫ്രണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും പൈസ ചോദിച്ചു എന്നുള്ളത്, അതൊക്കെ സത്യമായിട്ട് തന്നെ വരുവാണ്. എന്തായാലും ഇതിന് മറുപടിയായിട്ട് ഇനിയിപ്പം എന്തായാലും സജ്ന വരുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അങ്ങനെ ആ വീഡിയോ വരുവാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും.